NLPയിലെ സ്വിഷ് തെറാപ്പി നമുക്ക് കുട്ടികളുടെ ഒരുപാട് ദുശീലങ്ങൾ, ദേഷ്യം, പേടി, അതുപോലെ തന്നെ മൊബൈലിന്റെ അഡിക്ഷൻ എന്നിവ കളയുവാൻ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. സ്വിഷ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വടിച്ചു മാറ്റുക അല്ലെങ്കിൽ തകർത്ത് കളയുക എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു NLP ട്രിക്ക് തന്നെയാണ്. ഇതിനായിട്ട് ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞിനെ ആദ്യം ഭാവനയിൽ കാണുവാൻ ആ കുട്ടിയോട് പറയണം. ഇതിന് ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞിന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വയം തന്നെ ഈ മൊബൈൽ ശീലത്തിൽ നിന്ന് വിമുക്തനാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് ഒരു മുറിയിൽ കൊണ്ടുവന്നിട്ട് അവൻ ആ മൊബൈൽ കാണുന്നതായിട്ട് ഭാവനയിൽ കാണുവാനും, മൊബൈൽ കാണുന്ന സമയത്ത് അവന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവന്റെ ബന്ധുജനങ്ങൾ അവനെ വഴക്ക് പറയുന്നതായിട്ടും ആ വാക്കുകളെല്ലാം അവനോട് വ്യക്തമായി കേൾക്കുവാൻ ആവശ്യപ്പെടുക ഭാവനയിൽ. ഇത്തരത്തിൽ ഭാവനയിൽ ഇവര് പറയുന്ന വഴക്കുകൾ കേട്ടതിന് ശേഷം അതിനോട് പ്രതികരിക്കുന്ന ഈ കുഞ്ഞിനെ വ്യക്തമായിട്ട് അവന്റെ ഭാവനയിൽ കൊണ്ടുവരിക. ഇത് ഒരു ചിത്രമായിട്ട് എടുക്കുക. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന്റെയെങ്കിലും വലുപ്പമുള്ള ഒരു ഭാവനയിൽ കാണുന്ന ചിത്രമായിട്ട് ഇതിനെ എടുക്കുക. ഇത്തരത്തിൽ മൊബൈൽ അഡിക്ഷൻ ഉള്ള ഈ കുട്ടിയുടെ ചിത്രം. അതിനുശേഷം ഇത് കളർഫുൾ ആയിട്ട് വർണ്ണചിത്രമായിട്ട് കാണുവാൻ ആവശ്യപ്പെടുക. അതിനുശേഷം ഇത്തരത്തിൽ മൊബൈൽ മാറ്റിവെച്ചിട്ട് അവൻ സന്തോഷകരമായി ചെയ്യുന്ന ഒരു കർമ്മം എന്തുമാകട്ടെ, ഒരുപക്ഷെ അവൻ പാട്ട് പാടുന്നതാകാം, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നതാകാം, അത്തരത്തിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മനോഹരമായ ഒരു ചിത്രം എടുക്കുവാൻ പറയുക. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണം ഭാവനയിൽ കാണുവാൻ. ആ ചിത്രത്തെ അതിനുശേഷം ഇത്തരത്തിൽ ആദ്യം മൊബൈൽ അഡിക്ഷനുള്ള കുനിഞ്ഞിരുന്ന മൊബൈൽ കാണുന്ന ആ കുഞ്ഞിന്റെ കളർഫുൾ ആയിട്ടുള്ള ആ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ അത്ര വലിപ്പമുള്ള ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് ചേർത്ത് വെക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് ചേർത്ത് വെക്കുന്ന ഈ ചിത്രം മനോഹരമായ ചിത്രമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, ചെറുതാണ്. അത് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ മാറിക്കഴിഞ്ഞിട്ടുള്ള ആ നല്ല ശീലങ്ങളുള്ള കുഞ്ഞിന്റെ ഒരു രൂപമാണ് ആ ചിത്രത്തിൽ കാണേണ്ടുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ചെറിയ ചിത്രം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അവന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയ ആ മനോഹരമായ ചിത്രത്തെ പതുക്കെ വലിച്ചിട്ട് സിഷ് എന്ന് പറയുന്ന ശബ്ദത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള മൊബൈൽ അഡിക്ഷൻ ഉള്ള ഈ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ അത്ര വലിപ്പമുള്ള ഈ ചിത്രത്തിനെ പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ട് സിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വലിച്ച് ഇതിന് മുകളിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് ഭാവനയിൽ കാണുക. അതോടൊപ്പം തന്നെ ഇവന്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അത് കളർഫുൾ ആകുന്നതായിട്ടും ഭാവനയിൽ കാണുവാൻ ആവശ്യപ്പെടുക. അപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത്, അവൻ മൊബൈൽ അഡിക്ഷനുള്ള ആ കുഞ്ഞിന്റെ കളർഫുൾ ആയിട്ടുള്ള ചിത്രം പൊടിഞ്ഞു താഴെ വീഴുന്നതായിട്ടും അതിന് പകരമായിട്ട് മൊബൈൽ അഡിക്ഷൻ ഇല്ലാത്ത മനോഹരമായിട്ടുള്ള പെരുമാറ്റ രീതികളുള്ള ഈ കുഞ്ഞിന്റെ ചിത്രം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അതിനെ കവർ ചെയ്തുകൊണ്ട് വലുതായിക്കൊണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കളർഫുൾ ആയിട്ട് മാറുന്നതായിട്ടും അവനോട് കാണുവാൻ സങ്കല്പിക്കുക. സിഷ് എന്ന് പറയുന്ന ശബ്ദത്തോടുകൂടി ഇത് പെട്ടെന്ന് വളരെ വേഗതയിലാണ് ചെയ്യേണ്ടുന്നത്. ഇത് ചെയ്തതിന് ശേഷം കണ്ണടച്ചിരുന്ന് ഒരു 5 മിനിറ്റ് വളരെ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് അവനോട് ശാന്തനായിട്ടിരിക്കുവാൻ ആവശ്യപ്പെടുക. ഇത്തരത്തിൽ ഈ സിഷ് തെറാപ്പി ഒരു 6 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്താൽ യാതൊരുവിധ സംശയവുമില്ല, കുട്ടികളിൽ നിന്ന് മൊബൈൽ അഡിക്ഷൻ പൂർണ്ണമായിട്ടും അകന്നു പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും.